ഹലോ, നല്ല നമസ്കാരം. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ജിയോ സിനിമയിൽ റിലീസ് ചെയ്തിട്ടുള്ള സീക്രട്സ് സ്റ്റോറി ഓഫ് റോസ്ലിൻ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു കിടിലം സൈക്കോളജിക് സസ്പെൻസ് ത്രില്ലർ. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് പറയാൻ പാടില്ല എങ്കിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. 17 വയസ്സുകാരിയായിട്ടുള്ള റോസ്ലിൻ എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയാണ് കഥ നീങ്ങുന്നത്. തൻ്റെ സഹോദരൻ്റെ അലൻ എന്ന് പറയുന്ന അവൻ്റെ മരണത്തിന് ശേഷം റോസ്ലിന് വലിയ മാനസിക ആഘാതം ഉണ്ടാകുകയാണ്. അങ്ങനെ അതിൽ കടന്നു പോകുന്ന അവൾക്ക് സ്ഥിരമായി ഒരു ഭയാനകമായിട്ടുള്ള ചില ദുസ്വപ്നങ്ങൾ കാണുകയാണ്. ഒരു പ്രത്യേകതരം കണ്ടുള്ള ഒരു അജ്ഞാതൻ തൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നതായിട്ട് അവൾ എപ്പോഴും നിരന്തരം സ്വപ്നം കാണുകയാണ്. എന്നാൽ ആ സ്വപ്നത്തിൽ കണ്ട ആൾ ഒരു പ്രത്യേക ഒരു സാദൃശ്യമുള്ള ആ ഒരു മനുഷ്യൻ അവരുടെ വീട്ടിൽ അതിഥിയായി എത്തുകയാണ്. അവിടെ നിന്നാണ് ദുരൂഹതകൾ ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിനെയും അതോടൊപ്പം തന്നെ കുറ്റബോധവും ഭയവും എങ്ങനെ ഒരു വ്യക്തിയെ വേട്ടയാടുന്നു എന്ന ഒരു സൈക്കോളജിക് വശത്തിലൂടെയാണ് ഇത് കഥ പറയുന്ന ആ ഒരു രീതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജിത്തു ജോസഫിൻ്റെ പല സിനിമകളുടെയും ദൃശ്യം പോലുള്ള സിനിമകളുടെ ശൈലിയും ട്വിസ്റ്റുകളും ഇതിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ആക്ടിങ് നോക്കുമ്പോൾ സഞ്ജന ദീപു നല്ല ഗംഭീരമായിട്ട് ആ കുട്ടി രക്ഷപ്പെടും. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ്. കാരണം ഇനി യൂത്ത് നടിമാരിൽ ഒരു നല്ലൊരു ഗംഭീര പെർഫോമൻസ് ഇനിയും അവസരങ്ങൾ ഇനി ഒരുപാടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണ് സഞ്ജന. തീർച്ചയായും നല്ല റോളുകൾ ഇനിയും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗംഭീര പ്രകടനം എന്ന് വെച്ചാൽ ഗംഭീര പ്രകടനം, ഒന്നും പറയാനില്ല. ഒരുപക്ഷെ ഒരു ജെൻസി കുട്ടികളുടെ മാനസിക അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമാക്കി തരുന്ന മൂഡ് സിംഗ് പോലുള്ള ആ ഒരു സാധനങ്ങളെ പോലും വ്യക്തമായിട്ട് ഫാമിലിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി അവളുടെ ക്യാരക്ടറിനെ അവളുടെ ആക്ടിങ്ങിലൂടെ അങ്ങ് പ്രകടമാക്കുകയാണ്. ഗംഭീര പ്രകടനം വെച്ചാൽ ഗംഭീര പ്രകടനം. ഞാൻ ഈ കുട്ടിയുടെ ആദ്യമായിട്ടാണ് ഈ കുട്ടിയെ സിനിമയിൽ കാണുന്നത് തന്നെ, അതും വെബ് സീരീസിലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മീന ആയിരുന്നാലും വിനീതായിരുന്നാലും അവർ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവരുടേതായിട്ടുള്ള ജോലി കൃത്യമായിട്ട് തന്നെ ചെയ്തു. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേക മെൻഷനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരവരുടെ റോള് ഗംഭീരമാക്കി. പിന്നെ ഹക്കീം ഷാജഹാൻ, പിന്നെ അദ്ദേഹത്തെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സുമേഷ് നന്ദകുമാറാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ലിറിസ്റ്റായിട്ടുള്ള നമ്മുടെ വിനയ് ശശികുമാറാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ ജിത്തു ജോസഫാണ് ഇതിൻ്റെ മേൽനോട്ടം. അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യൊപ്പ് ഇതിൽ കാണാനുണ്ട്, ചിലയിടത്തൊക്കെ കാണാനുണ്ട്. ജിത്തു ജോസഫിൻ്റെ ഒരു ടെക്നിക്കൽ സംഭവമാണ്, കുറേ സാധനങ്ങളുണ്ട്. പിന്നെ BGM, എൻ്റെ മോനെ, ഒരു ടെൻഷനും സസ്പെൻസും നിലനിർത്തുന്നതിൽ ഗംഭീരം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരം. പിന്നെ രണ്ട് പാട്ടുമുണ്ട്, അതും വലിയ സ്ലോ ബിറ്റ് പാട്ടാണ്, ഗംഭീര പാട്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി നോക്കുമ്പോൾ പിന്നെ മൂന്നാറിലെ ആ ഒരു മൂടൽ മഞ്ഞിനുള്ള ഒരു പശ്ചാത്തലം, പിന്നെ ഫാം ഹൗസിലുള്ള ഒരു മാതിരി ഡാർക്ക് സീനുകൾ ഗംഭീരമായിട്ട് അത് ക്യാമറ ഗംഭീരമായിട്ട് പകർത്തിയെടുത്തിട്ടുണ്ട്. നല്ല ഗംഭീര ക്യാമറ വർക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ഹൊറർ സൈക്കോളജിക് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ, അങ്ങനെ ഒരു 2-3 തലങ്ങൾ ഇതിലുണ്ട് താനും. അതോടൊപ്പം തന്നെ ജെറിയുടെ ആ പച്ചക്കണ്ണുകളുടെ അത് റോസലിൻ്റെ സ്വപ്നങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വെളിപ്പെടുത്തുന്ന ചില നിമിഷങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു എഡിറ്റിങ്ങിൽ കണ്ട ഒരു ഗംഭീരമായൊരു സാധനം. പിന്നെ റോസലിൻ കിടക്കുന്നു, മറ്റൊരാൾ ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്നു, പിന്നെ സഹോദരൻ വെള്ളത്തിൽ വീഴുന്ന ആ ഒരു എഡിറ്റിംഗ് ഫസ്റ്റ് ആണോ സെക്കൻഡ് സീനാണ്, ഫസ്റ്റ് എപ്പിസോഡിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നല്ലൊരു എഡിറ്റിങ്ങിൻ്റെ ഒരു നല്ലൊരു ഗംഭീര സാധനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പിന്നെ ഫൈനൽ കട്ടിൽ വരുമ്പോൾ, ഫൈനൽ കട്ടിനെ കുറിച്ചൊന്നും പറയരുത്. അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സാധനത്തിൻ്റെ ഫൈനൽ കട്ട് എന്ന് പറയുന്നത് ഗംഭീര സാധനം. അതുവരെ നമുക്ക് കാണാൻ പറ്റിയ കുറേ സാധനങ്ങൾ, കാരണം
ഓരോ എപ്പിസോഡിനും ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഓരോ എപ്പിസോഡ് എൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ എപ്പിസോഡും എൻഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേരെഴുതി കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് കാണിക്കുന്ന ടെൻഷൻ, പിന്നെ ബിൽഡ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് അതും മറ്റൊരു തലത്തിലേക്കാണ് അതിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡിൻ്റെ എൻഡ് ബെസ്റ്റാണ്. ഇതിനിടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് 2 എപ്പിസോഡിൽ മാത്രമാണ് അല്പമെങ്കിലും മ്യൂസിക് കൊണ്ട് ടെൻഷൻ എടുപ്പിച്ചിട്ടുള്ളത്. അതിൽ പല സീനുകളും പിന്നെ ആവർത്തനം ഉണ്ടെങ്കിൽ പോലും അത് മ്യൂസിക് കൊണ്ട് ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്രിറ്റിസിസം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 3-4 എപ്പിസോഡുകൾ പിന്നെ ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വെറും 6 എപ്പിസോഡുകൾ മാത്രമാണുള്ളത്. പക്ഷേ അത് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു 3 മണിക്കൂർ. പക്ഷേ ആ 4-ാമത്തെയും 5-ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതൊരു സിനിമയായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വല്പം കൂടി ക്രിസ്പി ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഫക്റ്റ് ഡിഫറൻ്റ് ആകുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രില്ലർ, ഒരു മൂവി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ സീക്രട്ട് സ്റ്റോറി ഓഫ് റോസൽ ഗംഭീര അനുഭവമായിരിക്കും. ഞാൻ ഇത് ഒരിക്കലും ഒരു മിസ്റ്ററി സീരീസ് ആയി എന്നുള്ള രീതിയിൽ ഇതിനെ കാണുമ്പോൾ ഗംഭീര ഒരു അനുഭവമായിരിക്കും. പക്ഷേ ഓരോ എപ്പിസോഡിൻ്റെയും ഞാൻ കുറിച്ച് വിശകലനം നടത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരും കാണണം. കാരണം ഓരോ എപ്പിസോഡും എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഇപ്പോൾ റോസലിൻ്റെ ഒരു മാനസികാവസ്ഥയും, മരിച്ച സഹോദരൻ്റെ ഓർമ്മകൾ, അവളെ വേട്ടയാടുന്നു, ദുസ്വപ്നങ്ങൾ കാണുന്നു, ഇങ്ങനെ എനിക്ക് ഓരോ എപ്പിസോഡ് 1 by 1 ആയിട്ട് തന്നെ പറയാൻ പറ്റും. കഥയിലെ വഴിത്തിരിവായിട്ടുള്ള ജെറിയുടെ പിന്നെ വരവ്, അതിൻ്റെ റോസലിൻ്റെ ഭയം, അങ്ങനെ ആ ഒരു ഭയത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന സെക്കൻഡ് എപ്പിസോഡ്, അങ്ങനെ ഓരോ 1 by 1 ആയിട്ട് ഞാൻ പറയാത്തതിൻ്റെ കാര്യം, എങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് പ്രത്യേകിച്ച് പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഗംഭീര അനുഭവമാണ് ഓരോ എൻഡും, ഓരോ എപ്പിസോഡും. സ്പെഷ്യലി 6-ാമത്തെ എപ്പിസോഡ് ഒരു രക്ഷയില്ലാത്ത സാധനം. തീർച്ചയായും ഒരു നല്ലൊരു അനുഭവമായിരിക്കും ഈ സീരീസ്, അതിൽ യാതൊരു സംശയമില്ല. താങ്ക് യു.